Good morning everyone. Welcome to Teachers Academy's yet another live session, and this is me Abia from Teachers Academy Tirula branch, and I welcome each and every one of you to this live session. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Okay, so let's wait a few seconds for our participants to join and then we'll start the session. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഒന്ന് ജോയിൻ ആയിക്കോട്ടെ, then we'll start the session. Okay. എല്ലാവരും സ്പീക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? We do have examination on this Saturday and I hope everyone is practicing very well for that. Okay, so അതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് ക്വിക്ക് റാപ്പപ്പ് ചെയ്യാം. ഇൻഫർമേഷൻ ഗ്യാദറിങ്, ഇൻഫർമേഷൻ ഗിവിങ് എല്ലാത്തിനെയും പറ്റി ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. Hi Ajita, good morning. Good to see you all. Welcome back to another live session, and as you all know, we are giving this live on speaking. Okay. Hi Anisha, good morning. Good morning everyone. So hope everyone is doing well and fine. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെയാണ്. സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Hope everyone is doing well and fine. And today we will start the session. Okay. So, എങ്ങനെയുണ്ട് എല്ലാവരും സ്പീക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? Those who are writing examination, those who are giving examination on the Saturday, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നന്നായിട്ട്? How is your speaking and all? Okay, so yeah, it's going well എന്നൊക്കെ പറയുന്നു. Okay, so it's going great ആവണം, well ആയാൽ പോരാ, great ആവണം. Okay, so let's start today's session, and as you all can see, എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഇൻ OET സ്പീക്കിംഗ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. We are going to discuss regarding that. And നമ്മൾ ഇത് part 2 ആണ്. We have already discussed some of the questions that we'll ask to our patients in part 1. നമ്മൾ എന്തിനാണ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്നൊക്കെയുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ്, എങ്ങനെ നമ്മൾ ഗ്യാദർ ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദാറ്റ് ലൈവ് സെഷൻ, പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇൻഫർമേഷൻ ഗ്യാദറിങ്, ആസ് യു ഓൾ നോ, നമ്മുടെ OET സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻഫർമേഷൻ ഗ്യാദറിങ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? അപ്പം ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ വി gather information or when we ask questions to our patients, we need to be very polite. We need to have a polite language towards our patient. Never use judgmental language, അല്ലേ? നമ്മൾ എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ജഡ്ജ്മെന്റൽ ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ പ്ലീസ് ഡോണ്ട് യൂസ് ജഡ്ജ്മെന്റൽ ലാംഗ്വേജ് ഓർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓൾവേസ് ബി പൊലൈറ്റ്, ഓൾവേസ് ബി എന്താണ് വെരി എന്താണ് അറ്റാച്ചബിൾ ടു ദ പേഷ്യൻസ് എന്നുള്ള രീതിയിലേ പോകാവുള്ളൂ. ഓൾവേസ് ബി കാം ടുവേർഡ്സ് അവർ പേഷ്യൻറ്റ്. ഹായ് മെർലിൻ, ഹായ് സിമി, ഗുഡ് മോർണിംഗ്, ഗുഡ് ടു സീ യു ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിൽ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കാണ് നമ്മൾ എന്ത് ചെയ്യും, ജഡ്ജ്മെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എസ്പെഷ്യലി നമ്മളുടെ ജോബിൻ്റെ കാര്യത്തിൽ, ഫാമിലീൻ്റെ കാര്യത്തിൽ, ഓർ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ ഹാബിറ്റ്, ഈ ഒരു കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് മിക്കപ്പോഴും നമ്മൾ ജഡ്ജ്മെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഒബേസിറ്റിയുടെ കാര്യം വരുമ്പോഴാണെങ്കിലും നമ്മൾ ജഡ്ജ്മെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ വിൽ ഡിസ്കസ് റിഗാർഡിങ് ദാറ്റ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ചോദിക്കുന്ന ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു പാർട്ടാണ് ഡിഫിക്കൽട്ടായിട്ട് എപ്പോഴും തോന്നാറുള്ളത്. സോ ഇൻഫർമേഷൻ ഗിവിങ്ങിനെ പറ്റി ഞാൻ ഓൾറെഡി ലൈവ് തന്നിട്ടുള്ളതാണ്.
and if you have not seen that, please do watch that also. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബിനെ പറ്റി ചോദിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ജോബിനെ പറ്റി നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്നത്? ദോസ് ഓഫ് വാച്ച് ദ ലൈവ് സെഷൻ ലാസ്റ്റ് ടൈം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എങ്ങനെയായിരിക്കും ഒരു പേഷ്യൻറ്റിനോട് അയാളുടെ ജോബിനെ പറ്റി ചോദിക്കുന്നത്? ഹൗ വിൽ ആസ്ക് റിഗാർഡിങ് ഹിസ് ജോബ്. നമുക്കറിയണം പേഷ്യൻ്റ് ജോബ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണം, ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണം. സോ ഹൗ വിൽ ആസ്ക്. എങ്ങനെയായിരുന്നു? പ്ലീസ് ടു കമൻറ്റ്. ഓക്കേ, അറിയാവുന്നവർ കോമൻറ്റ് ചെയ്യണേ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ദിസ് സാറ്റർഡേ വി ഡു ഹാവ് എക്സാമിനേഷൻ. അപ്പം നമ്മളുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ നമ്മൾ മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. സോ അറിയാവുന്ന രീതിയിൽ യു ക്യാൻ കോമൻറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ദർ ആർ മെനി പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് ലൈവ് സെഷൻ. അറിയാവുന്നവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് സീ എത്ര പേര് ഓർത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അറിയാവുന്നവരൊക്കെ ചടപടേന്ന് കമൻറ്റ് ചെയ്തേ. ഹൗ വിൽ ആസ്ക് എ പേഷ്യൻ്റ് റിഗാർഡിങ് ഹിസ് ഓർ ഹർ ജോബ്. എങ്ങനെ നമ്മൾ ചോദിക്കും? നമുക്ക് തന്നേക്കാണ്, ജോബിനെ പറ്റി ചോദിക്കാൻ തന്നേക്കാണ്, ഹൗ വിൽ ആസ്ക് എന്നുള്ളതാണ്. ഓക്കെ, സോ മെർലിൻ ഹാസ് ഗിവൻ ഹർ ഫസ്റ്റ് കമൻറ്റ്, ഫസ്റ്റ് ആൻസർ. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? നിങ്ങളൊക്കെ എന്തായിരിക്കും ചോദിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങൾ തെറ്റാണ് ഇടുന്നതെന്നുള്ളത്. വാട്ട് എവർ ദാറ്റ്സ് കമ്മിങ് ഇൻ ടു യുവർ മൈൻഡ് യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഡൗൺ. ആൻഡ് നമ്മൾ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ കുറേ പേര് കാണും, അറിയും, കേൾക്കും. ഡോണ്ട് എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. എല്ലാവരും കണ്ടും അറിഞ്ഞും മിസ്റ്റേക്സ് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളതാണ് മിസ്റ്റേക്സ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ്. ആൻഡ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. ആസ് ഐ ഹവ് ഓൾറെഡി said before, we need to improve our language, not the scripted language. അതായത് നമ്മുടെ സ്പീക്കിങ്ങിൽ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ആണ് അല്ലേ, നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് ആണ്. So it is always important to improve our language. So my question is, നമ്മൾ ജോബിന് വരുമ്പോൾ, അതായത് വെൻ ഇറ്റ് കംസ് ടു ജോബ്, അതായത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ജോബ് അറിയണം. വി നീഡ് ടു നോ അവർ പേഷ്യൻസ് ജോബ്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അതിനകത്ത് തന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്ന ജോബ് എന്നായിരിക്കും. സോ വാട്ട് വിൽ ആസ്ക് ഓൺ ദാറ്റ് ബേസിസ്? സോ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഓക്കെ, സോ നമ്മൾ എന്തായിരിക്കും, നമ്മളുടെ മിക്കവരും കണ്ടിട്ടുള്ള ഇതായിരിക്കും, വീഡിയോസൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫോറിൻ വീഡിയോസ് കാണുന്നവർക്ക് മിക്കവർക്കും അറിയാമായിരിക്കും, മനസ്സിലാവുമായിരിക്കും എന്താണ് അവിടുത്തെ ആൾക്കാർ ജോബിനെ പറ്റി ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ what do you do for living? What kind of work are you doing? Okay, any other? How do you for living? How do you for living? Grammatically correct ആണോ? How do you do for living? So ആ സെൻറ്റൻസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം കേട്ടോ. Neeta Jose, what kind of work are you doing? Okay, വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ആർ യു ഡൂയിങ്? നമ്മൾ ഒരാളുടെ, ഞാൻ കഴിഞ്ഞ ലൈവ് സെഷനിൽ പറഞ്ഞിട്ട്, മേ ഐ നോ യുവർ പ്രൊഫഷൻ ആൻഡ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, സോ ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ.
What do you do for a living? Okay, so I've got many answers. So the question that we can ask to our patient without any prashnamillade, in a polite way, the way we can ask the question is, what do you do for living? നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? What do you do for living എന്നുള്ള കാര്യമാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. May I know your profession? If the patient is not having any profession or the patient is not doing any job, അത് അവരുടെ ഇതിനെ എന്ത് ചെയ്യാം, ബാധിക്കാം. മീൻസ് ഈഗോനെ ബാധിക്കാം. മേ ബി ദേ തിങ്ക് ദാറ്റ് ഓ എനിക്ക് പ്രൊഫഷൻ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മേ ബി ദർ ആർ ചാൻസസ് ദാറ്റ് ഇറ്റ് മേ ഹാപ്പൻ. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ആസ്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു. സോ ഫോറിനേഴ്സ് ഓൾവേസ് ബിലീവ് ഇൻ എന്താണ്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ബഹുമാനിക്കാനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ ദേ ഓൾവേസ് ട്രൈ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് വാട്ട് ഡു യു ഡു ഫോർ ലിവിങ് എന്നുള്ളതാണ് അവർ ജോബിന് മിക്കപ്പോഴും ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അതർ ദാൻ ദാറ്റ് എനി അതർ ക്വസ്റ്റ്യൻ സീംസ് ടു ഹേർട്ട് ദെയർ ഫീലിങ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ആസ്ക് വാട്ട് ഡു യു ഡു ഫോർ ലിവിങ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് വാട്ട് ഡു യു ഡു ഫോർ ലിവിങ് ആണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, നിങ്ങൾ എന്ത് ചോദിക്കും? ഫാമിലി ആണെങ്കിൽ എന്ത് ചോദിക്കും? ഫാമിലി. വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, ഫാമിലി എന്ന് ഫാമിലിയും ഉണ്ട്, ഫാമിലി ഹിസ്റ്ററിയും ഉണ്ട്. രണ്ടും രണ്ടാണ്. ഫാമിലിനെ പറ്റിയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഫാമിലി എന്ന് മാത്രമാണ് എങ്കിൽ അയാളുടെ കുടുംബത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ എന്തൊക്കെ ചോദിക്കാം കുടുംബത്തെ പറ്റി ചോദിക്കുമ്പോൾ? ചില റോൾ പ്ലേസിൽ മദറിൻ്റെ ഒക്കെ റോൾ പ്ലേസ് ആണ് എങ്കിൽ എന്താണ്, ഫാമിലിയെ പറ്റിയൊക്കെ ചോദിക്കാൻ വന്നിട്ടുണ്ടാവും അല്ലെ. ഡിപ്രഷൻ കേസൊക്കെയാണ്, ആൻസൈറ്റി കേസ് ആണ് എങ്കിൽ ചിലപ്പോൾ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചോദിക്കും? വാട്ട് യു വിൽ ആസ്ക്? എന്ത് ചോദിക്കും നമ്മൾ? കമൻറ്റ് ചെയ്യണേ പെട്ടെന്ന്. ഓക്കെ, സോ നമ്മൾ ഇപ്പം ജോബിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞു, വാട്ട് യു ഡു ഫോർ ലിവിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജോബിനെ പറ്റി ചോദിക്കുവാണ്, അല്ലെങ്കിൽ ഫാമിലിനെ പറ്റി ചോദിക്കുവാണ് എങ്കിൽ വാട്ട് യു വിൽ ആസ്ക്? എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. അയാളുടെ ഫാമിലിനെ പറ്റി, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ പേഷ്യൻ്റ് സ്റ്റീവ് ആണ് നമ്മുടെ പേഷ്യൻ്റ് എന്നിരിക്കട്ടെ. ഓക്കെ, സോ വാട്ട് യു വിൽ ആസ്ക്? സ്റ്റീവിൻ്റെ ഫാമിലിനെ പറ്റി നമുക്കറിയണം. എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? വാട്ട് യു ഗൈസ് വിൽ ആസ്ക് അബൌട്ട് സ്റ്റീവ്സ് ഫാമിലി? ഹൗ യു വിൽ ആസ്ക്? Okay, Ajita has made her comment on that question. Okay, what about others? How you will ask? Okay, so could you please tell me about your family background? Okay, no problem. Shiva, Merlin, Anisha, Ajita. Okay, very good. Okay, so many of you have commented. What about others? നിങ്ങളൊക്കെ എന്തൊക്കെ ചോദിക്കും? There are many people who are watching this live session. So നിങ്ങൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കാണിക്കുക. Okay. So നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത് regarding family? Okay, so the most of the comment that has come is right. Correct ആണ്. എല്ലാവരും അയച്ചിരിക്കുന്ന comments correct ആണ്. Could you please tell me about your family? Could you please tell me about your can you please tell me about your family? Can you tell me about your family? Could you please tell me about your family background?
ഏത് രീതിയിൽ വേണേലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. നെവർ ആസ്ക് ആർ യു മാരീഡ്, ആർ യു സിംഗിൾ, ആർ യു വിത്ത് യുവർ ഫാമിലി, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചോദിക്കാൻ പാടില്ല. വാട്ട് ഇഫ് ദ പേഴ്സൺ ഡസൻ ഹാവ് എനി ഫാമിലി മെമ്പർ, അവരുടെ ഫീലിങ്സിനെ എന്ത് ചെയ്യാം, ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അവരോട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വേ, ഏറ്റവും പൊളൈറ്റ് ആയിട്ട്, ഏറ്റവും റൈറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്, കെൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി, അല്ലെങ്കിൽ കുഡ് യു ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ക്ലിയർ അല്ലേ? സോ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി, who all are there in your family, are you living with your parents or anyone else, അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ചോദിക്കില്ല. Are you living with your parents, are you single, are you married, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ചോദിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? Is that clear to everyone? പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ജോബ്, ഫാമിലി, ഈ പറയുന്ന നമ്മൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എറേഴ്സ് വരാനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇൻഫർമേഷൻ ഗ്യാദറിങ്. സോ ഓൾവേസ് ബി കെയർഫുൾ വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു അവർ പേഷ്യൻസ്. ഇവിടെ മാത്രമല്ല, നിങ്ങളിനിയും ഔട്ട്സൈഡ് ജോബിന് വേണ്ടി പോകുമ്പോൾ, യു കെയിലും അയർലൻഡിലും ഒക്കെ നിങ്ങളിനിയും ജോബിന് വേണ്ടി പോകുമ്പം എന്താണ്, ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു അതർ പീപ്പിൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ എത്തിക്കേറ്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊള്ളുക. സോ മേക്ക് ഷുവർ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ എ പൊളൈറ്റ് വേ. ഓക്കെ. സോ ഫാമിലിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി, ഫാമിലിനെ പറ്റി എങ്ങനെ ചോദിക്കുമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നൗ അബൌട്ട് ഡയറ്റ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ് ഡയറ്റ്. ഡയറ്റ്. സോ ഡയറ്റിനെ പറ്റി നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഡയറ്റിനെ പറ്റി എങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചോദിക്കുക? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? സോ ഈ സാറ്റർഡേ എക്സാം എഴുതുന്നവർ ഇത് മസ്റ്റായിട്ട് കണ്ടിരിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്താതിരിക്കാനാണ്. സോ എന്ത് ചെയ്യുക, ഈ സെഷൻ, ഇതിന് മുന്നത്തെ സെഷൻ, അതിന് മുന്നേ ടൈപ്പ് ഓഫ് കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഓവറോൾ ഓടിച്ച് നോക്കിക്കോളുക. ലൈവ് സെഷൻ ഇറ്റ് ഈസ് ഓൺലി ഫോർ 30 മിനിറ്റ്സ് 35 മിനിറ്റ്സിൻ്റെ ആണ്. വിത്തിൻ 1 ഡേ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ലൈവ് സെഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. നോട്ട് ഓൺലി മൈൻ, വർഷ മാമിൻ്റെ ലൈവ് സെഷൻസും ഉണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഓൾസോ. ആൻഡ് ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോവാൻ. ആർക്കും 350 അല്ലെങ്കിൽ 380 കുറവിലോട്ട് വരാൻ പാടില്ല. സ്പീക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദർ ആർ പീപ്പിൾ, ദർ ആർ സ്റ്റുഡൻസ്, our students who have got 420, 430, 440 only by watching live sessions. So അതുകൊണ്ട് I insist each and every one of you to watch the live sessions clearly. സ്കിപ്പ് ചെയ്യാതെ, ഓടിച്ചു വിടാതെ ലൈവ് സെഷൻസ് ഒക്കെ വാച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രിപ്പറേഷനിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. സോ അനീഷ, സജിത്ത്, അനീഷ. ഓക്കെ. So do you have any dietary preference? Are you vegetarian or non-vegetarian? Do you have any dietary pattern? Do you have any dietary preferences? If you don't mind, what kind of diet you are following? എന്നൊക്കെയുള്ളത് ചോദിക്കാം. Okay, so what about others? ഇതിൻ്റെ ഒക്കെ കോമൻസ് ഞാനിപ്പോൾ പറയാം കേട്ടോ. ലെറ്റ് മീ റീഡ് ദ കോമൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ കറക്റ്റ് ഇറ്റ്. അപ്പം ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. Okay, there are 30+ aspirants who are watching this live session. So എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. There were people who commented before, but എനിക്കിപ്പോൾ അവരുടെ പേരൊന്നും കാണുന്നില്ല. രേണുക, നീത, MBJ. ഓക്കെ. സോ നിങ്ങളൊക്കെ എന്താണ് കമൻറ്റ് ചെയ്യുക? നിങ്ങളുടെ പേഷ്യൻറ്റിനോട് നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? Just comment it. ഡയറ്റിനെ പറ്റി
Do you have any dietary preference? Which type of food are you taking? Okay, so basically, may I know your diet plan? Okay, diet plan. Which type of diet are you following? What kind of diet are you following? Okay, so basically, ഇതിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു way of asking a question is as Anisha has already said, എന്താണ്, do you have any dietary preferences? മെർലിനും അത് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Do you have any dietary preference? What diet, ഇവിടെ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പെസിഫിക്കലി പറയുന്ന പോലത്തെ ഡയറ്റ് അല്ല. മീൻസ് കീറ്റോ ഡയറ്റ്, ആ ഡയറ്റ്, ഈ ഡയറ്റ്, എന്താണ് കാർബോ ഡെഫിഷ്യൻസ് ഡയറ്റ്, അങ്ങനത്തെ കുറേ ഡയറ്റ്സ് ഉണ്ടല്ലോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രിഫറൻസ്, അവർ എടുക്കുന്ന ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ് എന്താണ് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്, അല്ലേ? സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് അവരുടെ പ്രിഫറൻസ് എന്താണ് അവർ കഴിക്കാൻ താല്പര്യപ്പെടുന്നത്, അവരുടെ ഫുഡ് പ്രിഫറൻസ് എന്താണ് എന്നുള്ളത് അവിടെ മെയിൻലി ചോദിക്കുന്നത്. സോ may I know your dietary preference? Preference ആണ് അവിടെ ചോദിക്കുന്നത്. Could you please tell me your dietary pattern? ആദ്യം പ്രിഫറൻസ് ചോദിക്കുക. പാറ്റേൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന സമയങ്ങളാണ് ചോദിക്കുന്നത്, എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്നറിഞ്ഞിട്ട് വേണം പാറ്റേൺ ചോദിക്കാൻ. ക്ലിയർ ആണോ? Would you mind sharing your dietary preference? Okay, that's correct. അതും കുഴപ്പമില്ല. Would you mind sharing your dietary preference? No problem. So എന്ത് ചെയ്യുക, can you please tell me about your dietary preference എന്ന് ചോദിച്ച് അവരുടെ ഡയറ്ററി പ്രിഫറൻസ് ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അവരുടെ ഡയറ്ററി പാറ്റേൺ ചോദിക്കാവുള്ളൂ. ക്ലിയർ അല്ലേ? ആദ്യം പാറ്റേൺ ചോദിച്ചിട്ട് പ്രിഫറൻസ് ചോദിക്കില്ല ഒരിക്കലും. എന്താണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അവരെന്ത് കഴിക്കും, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ ഏതൊക്കെ സമയത്താണ് അവർ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ ടു എവ്രി വൺ? സോ മേ ഐ നോ യുവർ ഡയറ്ററി പ്രിഫറൻസ് എന്ന് ചോദിക്കാം. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ ഡയറ്ററി പ്രിഫറൻസ് എന്ന് ചോദിക്കാം. വുഡ് യു മൈൻഡ് ഷെയറിങ് യുവർ ഡയറ്ററി പ്രിഫറൻസ് എന്ന് ചോദിക്കാം, പ്രിഫറൻസസ് എന്ന് ചോദിക്കാം. ഓക്കെ, സോ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു പ്രിഫറൻസ് അറിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർ പറയും ഞാൻ അങ്ങനെ എനിക്ക് ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം, എനിക്ക് റെഡി ടു ഈറ്റ് മീറ്റ്സ് ആണ് ഇഷ്ടം, എനിക്ക് പാക്ഡ് ഫുഡ്സ് ആണ് ഇഷ്ടം, ക്യാൻഡ് ഫുഡ്സ് ആണ് ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കാര്യങ്ങൾ വേണേൽ പറയാം. ചിലവർ പറയാം എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, അങ്ങനെയും പറയുന്നവരുണ്ട്. സോ അവരുടെ പ്രിഫറൻസ് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അവരുടെ പാറ്റേൺ ചോദിക്കുക. ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ ടു എവ്രി വൺ? ഡൗട്ട് ഉണ്ടോ? Is it clear to everyone? Okay, so we can move towards the next question. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ജോബ് ചോദിച്ചു, ഫാമിലി ചോദിച്ചു, ഡയറ്റ് ചോദിച്ചു. ഇനി എക്സസൈസിനെ പറ്റി എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? ഇയാളുടെ എക്സസൈസിനെ പറ്റി നമുക്കറിയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലോസിൻ്റെ അഡ്വൈസിന് വേണ്ടി വന്നൊരു പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിൻ്റെ അഡ്വൈസിന് വേണ്ടി വന്നൊരു പേഷ്യൻ്റ് ആവാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്? എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? ഓക്കെ, സോ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എക്സസൈസിനെ പറ്റി ചോദിക്കുക. അയാളുടെ ഡയറ്റ് നമ്മൾ അറിഞ്ഞു, ഇനി നമുക്ക് അയാളുടെ എക്സസൈസിനെ പറ്റി അറിയണം. അപ്പം നമ്മൾ എന്ത് ചോദിക്കും എക്സസൈസിനെ പറ്റി? ഹൗ വിൽ ആസ്ക് ദ ക്വസ്റ്റ്യൻ?
Okay. Do you perform any physical activity? Do you follow any physical activities? Follow ചോദിക്കില്ല കേട്ടോ. പെർഫോം അല്ലെങ്കിൽ ഡു ആണ് ചോദിക്കുന്നത്. ഡു യു ഡു അല്ലെങ്കിൽ ഡു യു പെർഫോം എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഡു യു ഡു അല്ലെങ്കിൽ ഡു യു പെർഫോം എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്? യാ, വെരി ഗുഡ്. അല്ലെങ്കിൽ എക്സസൈസസും ചോദിക്കാം. ഡു യു ഡു അല്ലെങ്കിൽ ഡു യു പെർഫോം എനി എക്സസൈസസ്? ക്ലിയർ ആണോ? Okay, so I hope the question is clear to everyone. നമ്മൾ ജോബ് ചോദിച്ചു, ഫാമിലിനെ പറ്റി ചോദിച്ചു, ഡയറ്റിനെ പറ്റി ചോദിച്ചു, എക്സസൈസിനെ പറ്റി ചോദിച്ചു. ഡു യു ഡു അല്ലെങ്കിൽ ഡു യു പെർഫോം എനി എക്സസൈസ്? നിങ്ങൾ ചെയ്യുമോ, ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പം അവിടെ പേഷ്യൻ്റ് പറയും, ഒന്നെങ്കിൽ പറയും ഇല്ല എനിക്ക് ടൈമില്ല എന്ന് പറയും, ചിലപ്പോൾ പറയും അവർ ചെയ്യുന്നുണ്ട്, അവർ മൈൽഡ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അക്കോർഡിംഗ്ലി നമ്മളുടെ സിനാരിയോ എന്താണോ അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്തോളും, അതിന് അവർ ആൻസർ പറഞ്ഞോളും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് റിഗാർഡിംഗ് ദാറ്റ്? ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ചൊന്ന് റഷ് ആവുകയാണേ. ഓക്കെ, അലർജീസ് വരുന്ന കോമൺ ക്വസ്റ്റ്യൻ ആണ് അലർജീസ്. സോ അലർജിക്ക് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അലർജീസിനെ പറ്റി നമ്മൾ എങ്ങനെ ചോദിക്കും? സോ ദർ ആർ മെനി സ്റ്റുഡൻസ് ഹു ആർ കോമെൻറ്റിങ്. നിങ്ങൾ എല്ലാവരും കീപ്പ് ഓൺ കോമെൻറ്റിങ്. ഓക്കെ, നമ്മൾക്ക് പേഷ്യൻറ്റിനോട് നമുക്ക് അലർജി ഉണ്ടോ എന്ന് ചോദിക്കണം. അലർജി ഉണ്ടോ? ദിസ് ഇസ് ദ മലയാളം ക്വസ്റ്റ്യൻ ദാറ്റ് വി നീഡ് ടു ആസ്ക് ടു അവർ പേഷ്യൻറ്റ്. ആൻഡ് ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കും? അലർജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുവാണ്. നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനകത്ത് ഭയങ്കര കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും എപ്പോഴും അറിയാവുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Very good. Okay. Merlin, Sajid, Ajita. Okay. What about others? എന്തിയെ നേരത്തെ കോമൻസ് തന്നുകൊണ്ടിരുന്ന ജെൻസി, എം വി ജെ, ശിവ, എന്തിയെ നിങ്ങളെല്ലാവരും പോയോ? നീത, where are you guys? എവിടെ പോയി? ഓക്കെ, ഓക്കെ. സോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അലർജിക് ആണോ, ഐ മീൻ പേഷ്യൻറ്റിന് അലർജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുവാണ് അല്ലേ? സോ നമ്മൾ അവിടെ എങ്ങനെ ചോദിക്കും? പേര് വിളിച്ചപ്പോൾ കുറേ പേര് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയോ? പ്ലീസ് ഡോണ്ട് ഗോ. ഞാൻ നിങ്ങളുടെ പേര് അങ്ങനെ ഉറക്കെ വിളിക്കത്തില്ല. ഡോണ്ട് വറി. ഓക്കെ, എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ കോമൻസ്? എല്ലാവരും എന്തിയെ പോയോ? ഓക്കെ, so many students, most of the students have commented. എന്താണ്, do you have any allergic reaction? Do you have any non allergies? Are you allergic to any substance? Are you allergic to any substance or medicine? Okay, very good. So നമ്മൾ ചോദിക്കുന്ന ഏറ്റവും ഈസി വേ ഓഫ് ആസ്കിങ് അലർജി എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ചോദിക്കാം
as Sajid said, do you have any non allergies? എന്തെങ്കിലും നോൺ ആയിട്ടുള്ള അലർജീസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല എങ്കിൽ what others have asked എന്താണ്, are you allergic to any questions, അല്ലെങ്കിൽ are you allergic to any are you allergic to any substance or medication എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. സബ്സ്റ്റൻസ് മാത്രമല്ല, എന്തേലും സാധനങ്ങൾക്ക് അലർജിക് ആണോ എന്ന് ചോദിക്കുന്ന, ആർ യു അലർജിക് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ, നമുക്ക് രണ്ടും അറിയണം. സോ സബ്സ്റ്റൻസ് മാത്രമാണെങ്കിൽ അവർ സബ്സ്റ്റൻസിന്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ അല്ലേ, മെഡിക്കേഷന്റെ കാര്യം പറഞ്ഞെന്ന് വരികയില്ല. അപ്പം ഈ പേഷ്യന്റ് മെഡിക്കേഷൻ, ഇപ്പം മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഹാവ് അലർജിക് റിയാക്ഷൻ ടു പെനിസിലിൻ അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് അറിയണം. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് ആർ യു അലർജിക് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ മെഡിസിൻസ് എന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഡു യു ഹാവ് എനി അലർജിക് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യില്ല, ചോദിക്കാറില്ല. ആർ യു എക്സ്പീരിയൻസിങ് എനി അലർജി? ആർ യു എക്സ്പീരിയൻസിങ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലൂടെ പൊക്കോണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഈ പേഷ്യൻറ്റിന് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അല്ലേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുണ്ടോ, അലർജി ഉണ്ടോ, നേരത്തെ ഉണ്ടോ, ഇപ്പോഴുണ്ടോ, പിന്നീട് ഭാവിയിൽ ഉണ്ടാകുമോ, ഇതൊന്നുമല്ല, നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ അവിടെ ഏറ്റവും ഈസി ആയിട്ട് ആസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഡു യു ഹാവ് എനി അലർജീസ് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ആർ യു അലർജിക് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡു യു ഹാവ് എനി നോൺ അലർജീസ് എന്ന് ചോദിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്നെങ്കിൽ നമുക്ക് ഡു യു ഹാവ് എനി നോൺ അലർജീസ് ചോദിക്കാം, അല്ലെങ്കിൽ ആർ യു അലർജിക് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി അലർജി ടുവേർഡ്സ് എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ. അങ്ങനെ 3 രീതിയിൽ നമുക്ക് അലർജിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ ടു എവ്രിവൺ? അങ്ങനെ നമ്മൾ അലർജി ചോദിച്ചു. ഇനി അടുത്ത ഏതാണ്? ഓൺഗോയിങ് ഇൽനെസ്. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് മിക്കപ്പോഴും സ്റ്റുഡൻസ് തെറ്റിച്ച് ചോദിക്കുന്ന മോസ്റ്റ്ലി തെറ്റിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടാണ് ഓൺഗോയിങ് ഇൽനെസ്. ഓൺഗോയിങ് ഇൽനെസ്സിനെ പറ്റി, ഓൺഗോയിങ് ഇൽനെസ് ആൻഡ് ഓൺഗോയിങ് മെഡിക്കേഷൻ എങ്ങനെ നിങ്ങൾ ചോദിക്കും? ആദ്യം ഓൺഗോയിങ് ഇൽനെസ് നമുക്ക് നോക്കാം. ഓൺഗോയിങ് ഇൽനെസ്സിനെ പറ്റി നമ്മൾ എങ്ങനെ ചോദിക്കും? ഓൺഗോയിങ് ഇൽനെസ് നിങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഓൺഗോയിങ് ഇൽനെസ്സിനെ പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കാം? ഓൺഗോയിങ് ഇൽനെസ്, ഓൺഗോയിങ് മെഡിക്കേഷൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുമായിരിക്കും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? സം ഓഫ് യു ഹാവ് ഗിവൻ ദെയർ ആൻസേഴ്സ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നിങ്ങൾ കോമൻറ്റ് ചെയ്യും എന്നൊന്നും അറിയണം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഓൺഗോയിങ് ഇൽനെസ്. ഓക്കെ, മേ ഐ നോ, ഡു യു ഹാവ് എനി കറൻറ്റ് മെഡിക്കൽ കണ്ടീഷൻസ്? Do you have any ongoing illness? Okay. What about others? Do you have present conditions? Okay.
Okay, so the question that we can ask in an easy way is, do you have any ongoing illness? അല്ലെങ്കിൽ do you have any current medical conditions എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. Both the answers are correct. സജിത്ത് പറഞ്ഞതും അജിത്ത് പറഞ്ഞതും. Do you have any ongoing health conditions? And see, you are right. Do you have any ongoing health conditions? അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടോ എന്ന് ചോദിക്കാം, കറണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം. സോ ബോത്ത് ദ ത്രീ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ കറക്റ്റ്. എന്താണ്, ഡു യു ഹാവ് എനി ഓൺഗോയിങ് ഇൽനെസ്, ഡു യു ഹാവ് എനി കറണ്ട് മെഡിക്കൽ കണ്ടീഷൻസ്, ഡു യു ഹാവ് എനി ഓൺഗോയിങ് ഹെൽത്ത് കണ്ടീഷൻസ് എന്നുള്ള, ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ക്ലിയർ ആണോ? I hope this question is clear to everyone. And what about medication? മെഡിക്കേഷനെ പറ്റി നമ്മൾ എന്ത് ചോദിക്കും? മെഡിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ചോദിക്കും? ഓൺഗോയിങ് മെഡിക്കേഷൻ, ഇവരെന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക ഓൺഗോയിങ് മെഡിക്കേഷനെ പറ്റി? എന്തായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ? എന്തായിരിക്കാം? ഓക്കെ, സോ വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ? എന്തായിരിക്കും നിങ്ങൾ ഓൺഗോയിങ് മെഡിക്കേഷനെ പറ്റി എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? Are you taking any medication? Yeah. Are you taking any medication? Are you on any medication? അല്ലെങ്കിൽ currently are you on any medication എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ക്ലിയർ അല്ലേ? Are you taking any medication? Are you on any medication? Are you taking any medications currently എന്നുള്ള രീതിയിൽ currently are you taking any medication? Anyway, you can ask in either of the way. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ what we have discussed is regarding job. നമ്മൾ ഫാമിലിനെ പറ്റി ചോദിച്ചു, ഡയറ്റിനെ പറ്റി ചോദിച്ചു, എക്സസൈസിനെ പറ്റി ചോദിച്ചു, പിന്നെ എന്താണ് ഓൺഗോയിങ് ഇൽനെസ്സിനെ പറ്റി ചോദിച്ചു, ഓൺഗോയിങ് മെഡിക്കേഷനെ പറ്റി ചോദിച്ചു. ആൻഡ് വാട്ട് അബൌട്ട് എന്താണ് നമ്മളിനിയും പെയിനിനെ പറ്റി ചോദിക്കുകയാണ്. പെയിൻ, റിഗാർഡിങ് പെയിൻ എന്ത് ചോദിക്കും നമ്മൾ? പെയിനിനെ പറ്റി നമ്മൾ ചോദിക്കുക. പെയിനിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ അത് ശ്രദ്ധിച്ച് വേണം ചോദിക്കാൻ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പെയിനിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? എന്തായിരിക്കും? പെയിൻ എന്ന് പറയുമ്പോൾ ആ പേഷ്യൻറ്റിന് അപ്പോഴും അയാൾക്ക് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അതുണ്ടായിരിക്കും. സോ അതിനനുസരിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ. ആ പേഷ്യൻറ്റിന് അപ്പോഴും പെയിൻ ഉണ്ടായിരിക്കണം അല്ലേ? സോ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ആ പേഷ്യൻറ്റിൻ്റെ പെയിനിനെ പറ്റി നമ്മൾ എങ്ങനെ ചോദിക്കാം? നമ്മളെങ്ങനെ ചോദിക്കും? ആളുടെ പെയിനിനെ പറ്റി നമുക്കറിയണം. സോ ഹൗ യു വിൽ ആസ്ക് ദ ക്വസ്റ്റ്യൻ? I know this live may take some time, പക്ഷേ it would be really beneficial for you guys. So please do watch until the end. Okay, ഇത് ചിലപ്പം ഒരു 10 മിനിറ്റൂടെ മുന്നോട്ട് പോയേക്കാം, പക്ഷേ still it would be beneficial if you could watch the full live. You could participate in the full live session. Okay, if you don't mind telling me what kind of pain is.
അതിനകത്ത് കുറച്ച് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടല്ലോ. ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ? ഓക്കെ, അത് കറക്റ്റാണ്. വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ? അപ്പം നമ്മൾ എങ്ങനെ അത് ചോദിക്കുന്നത്? ഓക്കെ, ഡു യു ഹാവ് എനി പെയിൻ? ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ? ഓക്കെ ഓക്കെ. സോ പെയിനിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും പൊളൈറ്റ് വേയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ എന്നുള്ളത്. ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുഡ് യു പ്ലീസ് റേറ്റ് യുവർ പെയിൻ ഇൻ എ പെയിൻ സ്കെയിൽ? അല്ല, ഓൺ എ പെയിൻ സ്കെയിൽ വേർ 0 is the least pain and 10 is the most pain. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യൻറ്റിനോട് പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ, സോ വെൻ ഇറ്റ് കംസ് ടു പെയിൻ വി നീഡ് ടു ആസ്ക് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് പെയിൻ അല്ലേ? അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻ്റെ അടുത്ത് പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കണം. ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ എന്ന് ചോദിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി പെയിൻ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഡു യു എക്സ്പീരിയൻസ് എനി പെയിൻ എന്ന് ചോദിക്കണം. ഓക്കെ, സോ നമ്മൾ പെയിൻ എക്സ്പീരിയൻസിങ് എന്നാണ് എങ്കിൽ ആർ യു എന്നും, എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ ഡു യു എന്നും നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ? ഡു യു എക്സ്പീരിയൻസ് എനി പെയിൻ? എന്താണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ ചോദിച്ച് പേഷ്യൻ്റ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെയിൻ സ്കോർ ചെയ്യാൻ പറയണം, റേറ്റ് ചെയ്യാൻ പറയണം. സോ can you please rate your pain on a pain scale where 0 is no pain, അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് no pain ആണ് കേട്ടോ, പെയിൻ ഇല്ല, ആൻഡ് 1 ആണ് ലീസ്റ്റ് പെയിൻ വരുന്നത്. 0 is no pain and 10 is severe pain എന്ന് പറയും. അപ്പോൾ പേഷ്യൻ്റ് എന്ത് ചെയ്യാം? ചിലപ്പം 3 പറയാം, ചിലപ്പോൾ 5 പറയാം, ചിലപ്പോൾ 6 പറയാം, ചിലപ്പോൾ 8 പറയാം, ചിലപ്പോൾ 10 പറയാം, ചിലപ്പോൾ മോർ ദാൻ 10 പറയാം. ഓക്കെ, സോ 0 എന്ന് പറയുന്നത് നോ പെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. 1 to 3 എന്താണ്? മൈൽഡ് പെയിൻ ആണ്. 4 to 6 എന്താണ്? മോഡറേറ്റ് ആണ്. ആൻഡ് 7 to 10 എന്ന് പറയുന്നത് സിവിയർ ആണ്. സോ അക്കോർഡിംഗ്ലി എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻ്റെ അടുത്ത് പറയാം, ഓ യു ആർ എക്സ്പീരിയൻസിങ് ഇന്ന പെയിൻ ആണല്ലേ എന്ന് ചോദിക്കാം. സോ അതിനനുസരിച്ച് നമ്മൾ ഈ പെയിൻ ഉണ്ടോ, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ച് നമ്മളുടെ റേറ്റ് ചെയ്യാം. ഇനി മോർ ദാൻ 10 ആണ് പറയുന്നതെങ്കിൽ, പേഷ്യൻ്റ് മോർ ദാൻ 10 ആണ് പറയുന്നതെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? നിങ്ങൾ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ് അല്ലെങ്കിൽ അൺബെയറബിൾ പെയിൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഓർ അൺബെയറബിൾ പെയിൻ ആൻഡ് പ്ലീസ് ഡോണ്ട് വറി, ഐ ക്യാൻ പ്രൊവൈഡ് പെയിൻ മാനേജ്മെൻറ്റ് ഫോർ യു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഐ വിൽ മേക്ക് അല്ലെങ്കിൽ ഐ വിൽ ഡു ദ നെസസറി മാനേജ്മെൻറ്റ് ടു അലീവിയേറ്റ് യുവർ പെയിൻ, നിങ്ങളുടെ പെയിൻ അലീവിയേറ്റ് ചെയ്യാൻ ഞാൻ സഹായിക്കാം എന്നുള്ളൊരു കോമൻറ്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പേഷ്യൻ്റ് ജോബില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മെഡിക്കേഷൻ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്നൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ അവിടെ കോമൻറ്റ് കൊടുക്കണ്ട. അവിടെ ഓൾ റൈറ്റ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻ, ഞാനത് ലാസ്റ്റിൽ ഒന്നിച്ചെല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? കോമൻസ് എങ്ങനെ മീൻസ് അവിടെ ബാക്കി ക്വസ്റ്റ്യൻസിനൊന്നും പറഞ്ഞില്ലെങ്കിലും പെയിനിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ അത്രയും വേദന എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സോ യു ആർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ്
moderate pain അല്ലെങ്കിൽ severe pain അല്ലെങ്കിൽ excruciating അല്ലെങ്കിൽ unbearable pain, but please don't worry, I will make the necessary arrangement അല്ലെങ്കിൽ I can provide appropriate pain management for you to alleviate your pain അല്ലെങ്കിൽ so that it will alleviate your pain എന്നുള്ള രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ബാക്കി കാര്യങ്ങൾക്കൊന്നും നമ്മൾ കോമൻസ് കൊടുത്തില്ലെങ്കിലും പെയിനിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കോമൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവരുടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പതറ്റിക് ആവുകയാണ് നമ്മളവിടെ. അവരത്രയും വേദന സഹിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എമ്പതറ്റിക് ആവുകയാണ്. ക്ലിയർ ആണോ? അവിടെ മാത്രം അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഫാമിലി ഹിസ്റ്ററി ചോദിക്കുകയാണ്. ഫാമിലി ഹിസ്റ്ററി. സോ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടീഷൻ്റെ ഫാമിലി ഹിസ്റ്ററി ചോദിക്കുകയാണ്. സോ എന്തായിരിക്കും നിങ്ങൾ അവിടെ ചോദിക്കുന്നത്? വാട്ട് യു ലാസ്റ്റ് ദേ? ഫാമിലി ഹിസ്റ്ററിനെ പറ്റി നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഓക്കെ, സോ ഫാമിലി ഹിസ്റ്ററിനെ പറ്റി നമ്മൾ എന്ത് ചോദിക്കാം? നമ്മളവിടെ ഡിസീസ് എന്ന് ചോദിക്കുന്നതിനേക്കാളിലും ബെറ്റർ കണ്ടീഷൻ എന്ന് ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ കണ്ടീഷൻ. നമ്മളൊരു പ്രൊഫഷണൽ അല്ലേ, സോ അവിടെ നമ്മൾക്ക് ഡു യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ കണ്ടീഷൻ, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ്, ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ, റിഗാർഡിങ് അതിൻ്റെ ഫാമിലി ഹിസ്റ്ററി. ഡസ് എനിവൺ, ഒന്നെങ്കിൽ നമുക്ക് ചോദിക്കാം ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് ദ കണ്ടീഷൻ, അല്ലെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ എന്താണോ ആ കണ്ടീഷൻ അത് പറയാം, അല്ലെങ്കിൽ ദ കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ കണ്ടീഷൻ, അല്ലെങ്കിൽ ആ കണ്ടീഷൻ്റെ പേര് എടുത്ത് പറയാം. ഇനിയും എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മളുടെ പേഷ്യൻ്റ് ഒബേസിറ്റി ഉള്ളൊരു പേഷ്യൻ്റാണ്, ആ പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി നമുക്കറിയണം അല്ലേ? ഒബേസിറ്റി ഉള്ളൊരു പേഷ്യൻ്റാണ്, ആ പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി അറിയണം. സോ വാട്ട് യു വിൽ ആസ്ക് ദേ? ഓക്കെ, സോ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്? പേഷ്യൻറ്റിന് ഒബേസിറ്റി ആണ്, ഒബേസിറ്റി ഉണ്ട്, അപ്പോൾ അയാളുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ ചോദിക്കണം. ഒബേസിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ആൾ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒബേസിറ്റി അല്ലെങ്കിൽ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ എന്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക? അയാളുടെ ഫാമിലി ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുക. എല്ലാവരും ഇതൊന്ന് ചോദിക്കണേ, എല്ലാവരും ഇതിൻ്റെ ഒരു കമൻറ്റ് ഇടണേ.
നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒബേസിറ്റീനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. സോ ഇവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കും ലൈവ് സെഷനിൽ, മീൻ സോറി, ഇവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഫാമിലി ഹിസ്റ്ററിനെ പറ്റിയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വേറെ ആരും ഇല്ലേ? കമന്റ്സ് ഇടുന്നില്ലല്ലോ. വേറെ വേർ ആർ യു ഗൈസ്? നിങ്ങൾ ഭയങ്കര കൂലങ്കൃഷിതമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. എന്തിയെ ജെൻസി, അജിത, എന്തിയെ എല്ലാവരും പോയോ? റിൻസി ഉണ്ടായിരുന്നു, പിന്നെ നീത ഉണ്ടായിരുന്നു, അച്ചാമ്മ എന്തിയെ, അനീഷ, മെർലിനെ പോയോ? MVJ ഉണ്ടായിരുന്നു. എന്തേ നിങ്ങളൊക്കെ പോയോടാ? എല്ലാവരും പോയോ? ബോറടിച്ചോ ക്ലാസ്? കോമൻറ്റ് ചെയ്തേ, എല്ലാവരും ഉള്ളവരൊക്കെ ഒന്ന് കോമൻറ്റ് ചെയ്തേ. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ചോദിക്കുന്നത്? അങ്ങനെ അത് ചോദിച്ചാൽ മതി. Okay, so I don't think anyone is commenting. എന്തിയെ എല്ലാവരും കമൻറ്റ് ഒന്ന് ചെയ്യുമോ? +30 ആൾക്കാർ കാണുന്ന ലൈവാണ്, പക്ഷെ സ്റ്റിൽ ദർ ആർ നോ പീപ്പിൾ ടു കോമെൻറ്റ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻ. പ്ലീസ് ടു കോമെൻറ്റ്, ധൈര്യമായിട്ട് കോമെൻറ്റ് ചെയ്തോ. ഓൺലി 1 സജിത്ത് മാത്രമേ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾ എന്തായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്? ഡു യു ഹാവ് റെലവൻസ് ഓഫ് ദിസ് കണ്ടീഷൻ ഇൻ യുവർ ഫാമിലി? ഏറ്റവും സേഫസ്റ്റ് വേയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡു യു ഹാവ് എനി റെലവൻസ് ഓഫ് ദിസ് കണ്ടീഷൻ ഇൻ യുവർ ഫാമിലി? ഓക്കെ, ഏറ്റവും സേഫസ്റ്റ് വേയിൽ ജെൻസി ചോദിച്ചിട്ടുണ്ട്, ഡു യു ഹാവ് എനി റെലവൻസ് ഓഫ് ദിസ് കണ്ടീഷൻ ഇൻ യുവർ ഫാമിലി? യു ക്യാൻ ആസ്ക് ഇൻ ദാറ്റ് വേ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് വെയിറ്റ് അബവ് ദ റെക്കമെൻഡഡ് ലെവൽ? റെക്കമെൻഡഡ് ലെവലിനേക്കാളും വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരുണ്ടോ? ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് വെയിറ്റ് അബവ് ദ റെക്കമെൻഡഡ് ലെവൽ? അല്ലെങ്കിൽ മാൽനറിഷ്ഡ് ആണ് എങ്കിൽ നമുക്ക് ചോദിക്കാം വെയിറ്റ് ബിലോ ദ റെക്കമെൻഡഡ് ലെവൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? സോ ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് വെയിറ്റ് അബവ് ദ റെക്കമെൻഡഡ് ലെവൽ എന്നാണ്. ഒബേസിറ്റി ആണെങ്കിൽ വെയിറ്റ് അബവ് ദ റെക്കമെൻഡഡ് ലെവലും, ബിലോ ആണെങ്കിൽ വെയിറ്റ് ബിലോ ദ റെക്കമെൻഡഡ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? I hope this question is clear to everyone. And അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഒക്കറൻസ് ആണ്. ഞാൻ ഇനി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, സോ പ്രീവിയസ് ഒക്കറൻസ് വരുവാണ് എങ്കിൽ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, ഈസ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ദ, ഈസ് ദിസ് ഒക്കറിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈസ് ഇറ്റ് ഒക്കറിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഈസ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ഥിരം നമുക്ക് വരുന്നതാണ്, കണ്ടീഷൻസ്, ഡിസീസ് കണ്ടീഷൻസ് വരുമ്പോൾ സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൺസെറ്റ് എന്നുള്ളത്, അല്ലേ? സോ ഓൺസെറ്റിൻ്റെ അവിടെ
എന്താണ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നോ വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് എന്നോ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റും അല്ലേ. സോ ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. സോ അവിടെ നമ്മൾക്ക് ചോദിക്കാം വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഈ ഓൺസെറ്റിനോട് തന്നെ അനുബന്ധിച്ച് വരുന്നതാണ് ഫ്രീക്വൻസി. ഓക്കെ, സോ അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഹൗ ഫ്രീക്വൻലി അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡു യു എക്സ്പീരിയൻസ് ദ സിംറ്റംസ് അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻലി ദ കണ്ടീഷൻ ഹാപ്പൻസ്, ഹൗ ഓഫൻ ദ കണ്ടീഷൻ ഒക്കേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഹൗ ഫ്രീക്വൻലി അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡു യു എക്സ്പീരിയൻസ് ദ കണ്ടീഷൻ അല്ലെങ്കിൽ സിംറ്റംസ് അല്ലെങ്കിൽ എന്താണ് ഹൗ ഓഫൻ ഡു യു എക്സ്പീരിയൻസ് ദീസ് സിംറ്റംസ് എന്നുള്ള രീതിയിൽ. സോ ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഒബേസിറ്റിയുടെ കാര്യം അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് വെയിറ്റ് എബവ് ദ റെക്കമെൻഡഡ് ലെവൽ എന്ന് നമുക്ക് ചോദിക്കാം. അല്ല എങ്കിൽ ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് അല്ലെങ്കിൽ ഡു യു ഹാവ് എനി റെലവൻസ് ഓഫ് ദിസ് കണ്ടീഷൻ ഇൻ യുവർ ഫാമിലി അല്ലെങ്കിൽ ഡു യു തിങ്ക് ദർ ഇസ് എനി റെലവൻസ് ഓഫ് ദിസ് കണ്ടീഷൻ ഇൻ യുവർ ഫാമിലി എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത നമ്മൾ ചോദിക്കുന്ന സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഒക്കറൻസ്, നേരത്തെ ഇതുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. സോ അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഈസ് ദിസ് കണ്ടീഷൻ ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൺസെറ്റ്. ഓൺസെറ്റിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡും വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ടും എന്നുള്ള രീതിയിൽ. വെൻ ഇറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടഡ് എന്ന് യൂസ് ചെയ്യും, V3 ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വെൻ ഡിഡ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ഡിഡ് ഇറ്റ് ആണ് പറഞ്ഞത് എങ്കിൽ V1 ഫോം ഓഫ് ദ വേർബ് അതായത് സ്റ്റാർട്ട് എന്നുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ടും വെൻ ഇറ്റ് സ്റ്റാർട്ടഡും. ഓക്കെ, അത് രണ്ടും തെറ്റിപ്പോവരുത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓൺസെറ്റ് ചോദിച്ചു. ഫ്രീക്വൻസി ഹൗ ഫ്രീക്വൻലി അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡു യു എക്സ്പീരിയൻസ് ദ കണ്ടീഷൻ ദ സിംറ്റംസ് അല്ലെങ്കിൽ ദ സിംറ്റംസ് എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി other symptoms, associated symptoms. Other symptoms എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന്. ഡു യു എക്സ്പീരിയൻസ് എനി അതർ സിംറ്റംസ് അല്ലെങ്കിൽ ഡു യു ഹാവ് എനി അതർ സിംറ്റംസ് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അതർ കണ്ടീഷൻസ് അസോസിയേറ്റഡ് കണ്ടീഷൻസ് ആണ് എങ്കിൽ ഡു യു ഹാവ് അസോസിയേറ്റഡ് സിംറ്റംസ്, എനി അതർ അസോസിയേറ്റഡ് സിംറ്റംസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. രണ്ട് സെയിം രീതിയിലാണ്. ഡു യു എക്സ്പീരിയൻസ് എനി അതർ സിംറ്റംസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് സിംറ്റംസ്, ഡു യു ഹാവ് എനി അതർ സിംറ്റംസ് ഓർ അസോസിയേറ്റഡ് സിംറ്റംസ്, രണ്ടും ഒരേ രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, സോ അടുത്തത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ട്രിഗറിങ് ഫാക്ടർ ആണ്. സോ ട്രിഗറിങ് ഫാക്ടറിന് നമുക്ക് ഏറ്റവും ഒരു രീതി എന്ന് ചോദിക്കാൻ പറ്റുന്നത് ഹാവ് യു നോട്ടീസ്ഡ് എനി ട്രിഗറിങ് ഫാക്ടർ ഫോർ ദിസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫോർ യോർ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റും. ഹാവ് യു നോട്ടീസ്ഡ് എനി ട്രിഗറിങ് ഫാക്ടർ ഫോർ യോർ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി അടുത്തൊരു രീതി, ഇത് എൻ്റെ വേ ഓഫ് ആസ്കിങ് ദി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ തിങ് ഈസ് ദാറ്റ് ഇറ്റ് നീഡ്സ് ടു ബി പൊളൈറ്റ് എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഇങ്ങനെ മാത്രമേ ചോദിക്കാവൂ എന്നൊന്നുമില്ല. ഇംഗ്ലീഷ് ഇസ് വൈഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ ചോദിക്കാം. മേക്ക് ഷുവർ ദാറ്റ് യുവർ ക്വസ്റ്റ്യൻ ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പൊളൈറ്റ് എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ട്രിഗറിങ് ഫാക്ടർ ഞാൻ പറഞ്ഞു. എന്താണ്, ഹാവ് യു നോട്ടീസ്ഡ് എനി ട്രിഗറിങ് ഫാക്ടർ ഫോർ യുവർ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം.
ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ഇനി ലാസ്റ്റ്, ഇനി നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ ഹാബിറ്റ് എന്നുള്ളത്, അല്ലേ? സോ സോഷ്യൽ ഹാബിറ്റിന് നമ്മളുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി നീഡ് ടു ടേക്ക് പെർമിഷൻ ഫോർ ദാറ്റ്. സോ നമ്മളെല്ലാ ക്വസ്റ്റ്യൻ ബിഫോർ പ്രൊസീഡിങ് ഫർദർ മേ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാണ് ഇത്രയും ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമിഷൻ എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ ഹാബിറ്റ് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. പേഷ്യൻറ്റിൻ്റെ വളരെ ഇൻപേഴ്സണൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ, അയാളുടെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കാം. ആർ യു എ സ്മോക്കർ, ഡു യു ഡ്രിങ്ക്, ഡു യു സ്മോക്ക് എന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഡയറക്ട്ലി ചോദിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ പെർമിഷൻ എടുക്കുക. പെർമിഷൻ എടുത്തതിന് ശേഷം, പെർമിഷൻ എങ്ങനെ എടുക്കുന്നത്, മേ ഐ ആസ്ക് യു റിഗാർഡിങ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ ആസ്ക് യു റിഗാർഡിങ് സോഷ്യൽ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ ആസ്ക് യു അബൌട്ട് സോഷ്യൽ ഹാബിറ്റ്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കെൻ ഐ ആസ്ക് യു എ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ റിഗാർഡിങ് സോഷ്യൽ ഹാബിറ്റ്. ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പെർമിഷൻ എടുത്ത് അവർ ഓക്കെ ആണ് എന്ന് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി കുറച്ചും കൂടെ ബെറ്റർ. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അപ്പം സോഷ്യൽ ഹാബിറ്റിൻ്റെ അവിടെ ആദ്യം പെർമിഷൻ എടുക്കണം, ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത നമ്മൾ ചോദിക്കേണ്ട, എത്ര നാളായിട്ട്, ഹൗ ലോങ് ഹാവ് യു ബീൻ, എന്താണ് അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ദിസ് ഹാബിറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് ഹാബിറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനിയും ആൽക്കഹോൾ എടുക്കുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളുടെ അടുത്ത് ചോദിക്കണം, എത്ര യൂണിറ്റ്സ് ഓഫ് ആൽക്കഹോൾ ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എന്ന്. ഇനിയും സിഗരറ്റ്സ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹൗ മെനി സിഗരറ്റ്സ്, അല്ലെങ്കിൽ വാട്ട്സ് എ നമ്പർ ഓഫ് സിഗരറ്റ്സ് ദാറ്റ് യു സ്മോക്ക് ഇൻ എ ഡെയിലി ബേസിസ്, അല്ലെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ആൻഡ് അടുത്തത് എന്താണ്, ഹാവ് യു എവർ ട്രൈ ടു ക്വിറ്റ് ദിസ് ഹാബിറ്റ്, ഇത് എപ്പോഴേലും ക്വിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോമൺലി നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അക്കോർഡിംഗ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങ് ചോദിച്ചു പോയാൽ മതി. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പൊളൈറ്റ് വേയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ആർ യു ക്ലിയർ വിത്ത് ദ ക്വസ്റ്റ്യൻസ്? ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടോ? Is it clear to everyone? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷവും അതിൻ്റെ ഇടയ്ക്ക് കയറി താങ്ക് യു താങ്ക് യു താങ്ക് യു ഒന്നും പറയരുത്. ഓക്കെ, ഓൾ റൈറ്റ്, വെൽ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് ചോദിച്ചു, വെൽ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പോയാൽ മതി. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഓരോ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പം നമുക്ക് ഞാനൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പം ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് ജോബ്, ഇപ്പം നമ്മൾ പറഞ്ഞു പോയ രീതിയിൽ തന്നെ ജോബിൻ്റെ കാര്യം ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാണ്, ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ജോബ്, ഡയറ്റ്, എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് തന്നേക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ പേഷ്യൻ്റെ പേര് സ്റ്റീവ് ആണെന്നിരിക്കട്ടെ. സോ സ്റ്റീവ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് കെൻ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് ഇൻ ജനറൽ ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ റിഗാർഡിങ് യുവർ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം സ്റ്റീവ് പറഞ്ഞു ഓക്കെ നേഴ്സ്, യെസ് നേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ സ്റ്റീവ്, സോ വാട്ട് ഡു യു ഡു ഫോർ ലിവിങ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റീവിൻ്റെ ജോബ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾ റൈറ്റ്, സോ വാട്ട് അബൌട്ട് യുവർ ഫാമിലി എന്ന് ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ വാട്ട് അബൌട്ട് യുവർ ഫാമിലി എന്ന രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ ഫാമിലിനെ പറ്റി സ്റ്റീവ് പറയുന്നു. ആൻഡ് ഡു യു ഹാവ് എനി ഡയറ്ററി പ്രിഫറൻസസ് എന്ന് ചോദിക്കുന്നു. അപ്പം ഡയറ്ററി പ്രിഫറൻസസ് കാര്യങ്ങളൊക്കെ പറയുന്നു. ഡു യു ഡു ഓർ പെർഫോം എനി എക്സസൈസസ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ അതിൻ്റെ കാര്യം പറയുന്നു. ആർ യു അലർജിക് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ എന്ന് ചോദിക്കുന്നു. അപ്പം അയാൾ
ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് are you taking any medications or are you on any medications എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇല്ല. do you have any ongoing illness? no എന്ന് പറയുന്നു. and what about your family history regarding the condition, or does anyone in your family have the same condition എന്ന് ചോദിക്കുന്നു. അപ്പം അയാൾ അക്കോർഡിംഗ്ലി പറയുന്നു. ആൻഡ് പെയിനിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഐ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ, അല്ലെങ്കിൽ ഡു യു എക്സ്പീരിയൻസ് ദ പെയിൻ ഇൻ ദ സർജിക്കൽ, ഇപ്പോൾ സർജിക്കൽ സൈറ്റ് ഒക്കെ ആണെങ്കിൽ ഡു യു എക്സ്പീരിയൻസ് എനി പെയിൻ ഓൺ ദ സർജിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ഇൻ ദ സർജിക്കൽ സൈറ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ അത് പറയുമ്പോൾ കെൻ യു പ്ലീസ് റേറ്റ് യുവർ പെയിൻ ഓൺ എ പെയിൻ സ്കെയിൽ വേർ 0 is no pain and 10 is severe pain എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് വെൽ നഴ്സ് ഇറ്റ്സ് കൈൻഡ് ഓഫ് 12 എന്ന് പറയുവാണ്, 12 എന്ന് പറയുവാണ്. അപ്പം നമുക്ക് പറയാം oh Steve, I do really understand the pain that you're going through is unbearable, but please don't worry, I will make the necessary management, അല്ലെങ്കിൽ I will provide necessary management to alleviate your pain എന്നുള്ള രീതിയിൽ ഒന്ന് എംപതൈസ് ചെയ്ത് പറയുക. ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ പറയാം, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ റാപ്പിംഗ് അപ്പ്. സോ ഡു യു ഇഫ് യു ഡോണ്ട് മൈൻഡ് കെൻ ഐ ആസ്ക് യു എ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ റിഗാർഡിങ് സോഷ്യൽ ഹാബിറ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറയുമ്പോൾ ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് ഹാബിറ്റ്സ് ആൻഡ് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ എത്ര സിഗരറ്റ്സ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. ആൻഡ് ഹാവ് യു എവർ ട്രൈ ടു ക്വിറ്റ് ദിസ് ഹാബിറ്റ് എന്ന് പറയുന്നു. ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കയറി സോറി പറയരുത്, ദൈവത്തെ ഓർത്ത്. കാരണം മിക്ക സ്റ്റുഡൻസും എൻ്റെ മുന്നിൽ സ്പീക്കിങ്ങിന് വരുന്ന മിക്ക സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ് ഓ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയുന്നത്. നെവർ സേ ദാറ്റ്. അത് പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ കാര്യമാണ്. സോ നെവർ എവർ സേ ദാറ്റ് ഐ എം സോ സോറി എന്നുള്ള കാര്യം അവിടെ പറയരുത്. ക്ലിയർ അല്ലേ? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സോ അവിടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞിട്ട് വെൽ താങ്ക് യു സ്റ്റീവ് ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ വിത്ത് മീ, അല്ലെങ്കിൽ താങ്ക് യു സ്റ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് താങ്ക് യു പറയാം. ക്ലിയർ ആണോ? സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നീഡ് ടു സേ താങ്ക് യു അറ്റ് ദ എൻഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെവർ എവർ ഫോർഗെറ്റ് ദാറ്റ് ടു. ഓക്കെ, സോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്താൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? താങ്ക് യു പറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ എത്തിക്കേറ്റ്സ് ദാറ്റ് വി നീഡ് ടു ഫോളോ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, എങ്ങനെ കണ്ടിന്യൂവേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇപ്പോഴും പേഷ്യൻറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അയാൾക്കുണ്ട് എങ്കിൽ എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വേണം ചോദിക്കാൻ. ക്ലിയർ അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? Is anybody having any concerns regarding the questions അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? Do you have any concerns? Am I making myself clear to you? Is that clear to you? Am I understandable to you? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന കോമൺലി ചോദിക്കുന്ന ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മളുടെ സ്പീക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കേണ്ട ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. Maybe we do have a live session this week. Information giving ine patiyum onnum kude oru live session tharam before you go for your examination, so that you will get a clear picture regarding that. Overall nammude role play card ine pattiyokke ulloru live session nammal provide cheyanayittu maximum try cheyam. So please stay tuned to our channel. So ellavarum എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. ആൻഡ് ഇഫ് യു ഗൈസ് ആർ ഹാവിങ് എനി കൺസേൺസ് റിഗാർഡിങ്
any questions, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണം എന്ന് ഡൗട്ട് ഉണ്ട് എങ്കിൽ you can comment it down below this video, and we'll be looking onto it, and if you are having any concerns നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. So don't worry regarding that, and please wait until next live. And this is me, Abia, from Teachers Academy Tiruvalla branch, and I hope this live session was useful to everyone, those who are writing their examination on this Saturday, and all the very best for all the participants who are writing their examinations. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം ചെയ്യാൻ പറ്റട്ടെ, സ്പീക്കിംഗ് ഒക്കെ നന്നായിട്ട് പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. So may God bless you all. Thank you so much for watching and being in this live. Thank you so much. Have a good day. Thank you.